യുവ എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളൊരു വായനാ തുടക്കക്കാരനാണെങ്കിൽ ആദ്യത്തെ 10 പുസ്തകത്തിൽ ഒന്നെന്ന വിധം സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. അതല്ല, നിങ്ങൾ നല്ലൊരു വായനാശീലമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ നോവലിനെ ഓവർ റേറ്റഡ് എന്ന് പറഞ്ഞേക്കാം. പുസ്തകത്തിന്റെ കവർ പേജിലെ വരികളിവിടെ വായിക്കട്ടെ. ഒരു സിനിമാറ്റിക് നോവൽ. ആലപ്പുഴ ജില്ലയിലെ തീരദേശ ഗ്രാമത്തിൽ നിന്നും സിനിമ പഠിക്കാനും നോവൽ എഴുതാനുള്ള അനുഭവങ്ങൾ സ്വന്തമാക്കാനും ചെന്നൈ നഗരത്തിലെത്തിയ ശ്രീറാമിനെ വരവേറ്റത് വിചിത്ര സംഭവങ്ങളുടെ ഒരു പരമ്പരയാണ്. അതിൽ പ്രണയവും പ്രതികാരവും സൗഹൃദവും യാത്രയും സിനിമയുമുണ്ട്. റാമിനൊപ്പം അവൻ്റെ അനുഭവങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ചെന്നൈ ഉങ്ങളെ അൻപുടൻ വരവേർക്കുന്നത്. കവർ പേജിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാം അടങ്ങിയ ഒരു സിനിമാറ്റിക് നോവൽ തന്നെയാണ് റാം കെയർ ഓഫ് ആനന്ദി. വലിച്ചു നീട്ടലുകൾ ഇല്ലായിരുന്നെങ്കിലും എഴുത്തിന് കുറച്ചുകൂടി സാഹിത്യ നിലവാരം കൊടുത്തിരുന്നെങ്കിലും ഒരു ശരാശരി ആസ്വാദനത്തിന് ഇടയായേക്കാവുന്ന ഒരു നോവൽ. ഇതൊക്കെ തന്നെയും ആമുഖത്തിൽ കഥാകാരൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പുസ്തകത്തിന്റെ അവലോകനത്തിൽ ഉൾപ്പെടുത്താതിരിക്കാനാവില്ല. പ്രധാന കഥാപാത്രം റാമാണ്. റാമിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. ബിനീഷ്, കിരൺ, മല്ലി, രേഷ്മ, ആനന്ദി, പാട്ടി എന്നിവരൊക്കെയാണ് മറ്റുള്ളവർ. കഥയുടെ ഉള്ളടക്കത്തിൽ തൊടാതെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചേക്കാം. സിനിമ പഠിക്കാൻ റാം ചെന്നൈയിലെത്തുന്നു. അവിടെ 3 കൂട്ടുകാരെ കിട്ടുന്നു. അവിടെ മൊട്ടിടുന്ന ഒരു പൈങ്കിളി പ്രണയം. കഥയിൽ ആനുകാലികത കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. കഥയിലെ ആനന്ദിയുടെ കഥാപാത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അവതരിപ്പിച്ചതുൾപ്പെടെ പലതും ഒരുപാടങ്ങ് നീട്ടിവലിക്കുന്നതായി തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ പലയിടങ്ങളും വല്ലാത്ത മടുപ്പുളവാക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു സിനിമാറ്റിക് ഫീൽ തരാനുള്ള ശ്രമം കഥാകാരന് പാഴായില്ല. ഒരു ചെറുകഥ വായിക്കാവുന്ന ലാഘവത്തിൽ വായിക്കാവുന്ന നോവൽ. ഉള്ളടക്കവും അത്രമാത്രം. അതിങ്ങനെ നീട്ടിവലിച്ച് എങ്ങനെയോ ഒരു നോവലായ പ്രതീതി. ഏതോ ഒരു പൈങ്കിളിക്കഥ വായിക്കുന്ന തോന്നൽ തുടക്കം മുതൽ തോന്നി. സോഷ്യൽ മീഡിയയിൽ ഈ പുസ്തകത്തിന്റെ റിവ്യൂ മാത്രം നോക്കിയാൽ മലയാളികളുടെ സാഹിത്യ നിലവാരം എത്രമാത്രം പുറകോട്ട് പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. എന്നാൽ കഥാകാരൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയെന്നത് അഭിനന്ദനാർഹം. അഖിൽ പി ധർമ്മജന്റെ മറ്റൊരു നോവൽ പ്രതിലിപിയിൽ കുറച്ച് വർഷം മുന്നേ വായിച്ചിരുന്നു. ആ ഒരു സമാന നിലവാരം തന്നെയാണ് ഈ നോവലിനും. അത്യാവശ്യം വായനാശീലമുള്ള ഏതൊരാൾക്കും എഴുതി ഫലിപ്പിക്കാൻ പറ്റിയ സാഹിത്യം. ഇത് പറയുമ്പോൾ പല നിന്നിടം എന്നിടം ടൈപ്പ് പുതിയ സാഹിത്യമെന്ന് വിശേഷിപ്പിക്കുന്ന എഴുത്തുകാരും അത്തരം എഴുത്തുകളുടെ പ്രേമികളും പ്രകോപിതരായേക്കാം. നല്ലൊരു സാഹിത്യം എന്നത് സാഹിത്യത്തിന്റെ അതിപ്രസരം മാത്രമല്ല എന്നത് അറിവില്ലായ്മയായിരിക്കാം. കലാമൂല്യമാണ് പ്രധാനം. അത് ഈ നോവലിന് വേണ്ടത്ര ഇല്ലെന്ന് തന്നെ പറയാം. ഇത് ഒരു കാലത്തെ അതിജീവിക്കുന്ന നോവലല്ല. പക്ഷേ ഈയൊരു കാലത്തെ യുവാക്കളെ, സാഹിത്യത്തോട് യാതൊരു പ്രേമവുമില്ലാത്ത യുവാക്കളെ വായനയിലേക്ക് അടുപ്പിക്കാൻ ഈ ഒരു നോവലിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു തുടക്കം ഇത്തരം വൈറൽ നോവലുകളിൽ മാത്രം ഒതുക്കാതെ പഴയതും പുതിയതുമായ ഒട്ടനവധി സാഹിത്യങ്ങളിലേക്കുള്ള ചവിട്ടുപടിയാവട്ടെ. DC ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വില 399 രൂപ.